നമ്മളിന്ന് നമ്മളെ വരാൽ ഫാമിൻ്റെ അടുത്തേക്ക് വന്നതാണ്. വെള്ളം ചേഞ്ച് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളം തുറന്നിടാം. അപ്പോൾ ഇതാണ് വാൾവ്. വെള്ളം തുറന്നിട്ടാണ്. ഇതിൻ്റെ ഒരു ഓവർഫ്ലോ ആണ്. നമ്മൾ ഓവറായിട്ട് ടാങ്കിലേക്ക് ഈ ആയിട്ടിൽ മേലെ വെള്ളം വന്നാൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മളത് കൊടുത്തൊരു ഓവർഫ്ലോ ആണ്. ഈ ടാങ്കിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 6 മീറ്റർ നീളവും 3 മീറ്റർ വീതി 1,20 അത് 4 അടി ഹൈറ്റുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിൽ ഷീറ്റ് 750 GSM ഷീറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിലൊരു വൈറ്റ് തെർമോക്കോളിൻ്റെ ഷീറ്റ് വെച്ചിട്ട് ടാർപ്പായ്ക്ക് ഒന്നും ഹോളും ഇതൊന്നും കൊടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷീറ്റ് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിൽ കാര്യമായിട്ട് നമ്മൾ വളർത്തുന്നത് വെച്ചാൽ വിയറ്റ്നാം വരാലിൻ്റെ കുഞ്ഞുങ്ങളാണ്. 3-5 പ്ലസ് ഉള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതായിരുന്നു. ഇപ്പോൾ 76 ദിവസമായി നമ്മൾ കൊണ്ടുവന്നിട്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഓപ്പണിങ്. ഇതിൽ 4 ദിവസം കൂടുമ്പോൾ വെള്ളം മാറേണ്ടി വരും. കാരണം ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ മീൻ ഉണ്ട്. നമ്മൾ ഇവിടെ 3 പോണ്ടാണ് ഈ സൈസിൽ ചെയ്തിട്ടുള്ളത്. 3 പോണ്ട് പോലെ നമ്മൾ 3000 പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് കൊണ്ടുവന്ന സമയത്ത് കുറച്ച് മോർട്ടാലിറ്റി ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം ഇൻഷാല്ലാ ഒരു 4 ഇഞ്ച് പ്ലസ് 6 ഇഞ്ച് പ്ലസ് 7 ഇഞ്ച് പ്ലസ് ഒക്കെ സൈസായിട്ടുണ്ട്. ബ്രാലി നമ്മൾ കൊടുക്കുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ സ്റ്റെല്ലൻ്റെ S5 പറഞ്ഞ തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം കാണിക്കാം. അപ്പം വെള്ളം ഏതാണ്ട് വറ്റിയിട്ടുണ്ട്. നമ്മൾ വേസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടി നമ്മൾ മോട്ടർ അടിക്കുകയാണ്. ഇതാണ് നമ്മൾ മേലെ വല കെട്ടിക്കൊണ്ട് നമുക്ക് ലേശം ബുദ്ധിമുട്ടാണ്. ഇതിനുള്ളിൽ നല്ല വെക്കുണ്ട് നമ്മളെ വേസ്റ്റ് അടിഞ്ഞു വിടുന്നതായിട്ട്. നമ്മൾ ഓവർ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നല്ല വെക്കാണ്. ഇത് നമ്മളെ ഇതിലുള്ള ഷൂട്ടർമാരായിട്ടുള്ള വരാലുകളാണ്. ഏതാണ്ട് ഒരു 10 ഇഞ്ച് പ്ലസ് സൈസുള്ള വിയറ്റ്നാം വരാലുകളാണ്. ഇതിൽ ചെറുതുണ്ട്. അപ്പോൾ ഏതാണ്ട് എല്ലാ ഒരുവിധം മീനുകളൊക്കെ നമുക്കൊരു 7 ഇഞ്ച് പ്ലസ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വേസ്റ്റ് ക്ലിയർ ആക്കിയിട്ട് ഒഴിവാക്കണം. നമ്മൾ ഓവറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യില്ല. കാരണം ഇതിലുള്ള നല്ല ബാക്ടീരിയകൾസ് ഉണ്ടാവും. ഏറ്റങ്ങൾക്ക് വെള്ളത്തിൽ ആവശ്യമുള്ള ഓവർ പോകാൻ പറ്റില്ല. നമ്മൾ വെള്ളം അടിക്കുമ്പോൾ നമ്മളെ മഴത്ത് മീൻ കയറി പോകണ മാതിരി നമ്മളെ മോട്ടർ അടിക്കുന്നിടത്തേക്കാണ് കയറി വരും മീനുകൾ. അപ്പോൾ നമ്മൾ വെള്ളം നിറക്കുകയാണ്. വാൾവ് നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഇനി ഇതാ നമ്മളിവിടെ ഒരു വേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട്, മീനുകൾ പോകാതെ വേസ്റ്റ് പോകാൻ വേണ്ടി PVC പൈപ്പിന് ഹോൾ ഇട്ടിട്ട് ഉയർത്തി വെച്ചതാണ്. വേസ്റ്റ് മാത്രം പോയി മീനുകൾക്ക് പൈപ്പിൻ്റെ ഉള്ളിലൂടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 25,000 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒരു പോണ്ടിലേക്ക് നമ്മൾ നിറയ്ക്കൽ. ഈ ഒരു പോണ്ട് നിറയണമെന്നുണ്ടെങ്കിൽ ഒരു 1/2-3 മണിക്കൂർ വേണം. വെള്ളം ഒഴിവാക്കുകയെന്നുണ്ടെങ്കിൽ അതിന് ഡബിൾ ടൈം ആവശ്യമുണ്ട്. നമ്മൾ അടുത്ത പോണ്ട് ഇതിൽ നമ്മൾ വെള്ളം അടുത്ത ദിവസമാണ് മാറ്റുക.
ഇതിന് ഈ വരാൽ ഫാമിങ്ങിൽ ഏറ്റവും മെയിനായിട്ട് നമുക്ക് വേണ്ടത് വെച്ചാൽ വെള്ളമാണ്. അപ്പോൾ ഇത് 4 ദിവസം കൊണ്ട് തന്നെ ഈ കളർ ഇത് മീനുകളൊന്നും കാണുന്നില്ല. വെള്ളത്തിൻ്റെ മെച്ചം കൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ 70% ഇതിലേക്ക് വെള്ളത്തിൻ്റെ ലഭ്യതയാണ് ഈ മീൻ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളത്. ബാക്കി 30% മാത്രമാണ് തീറ്റൻ്റെ ഇതുകൊണ്ട് വരാൽ വലുതാവുള്ളൂ. നമ്മൾ തീറ്റ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ കുളത്തിൽ 3 തരം മീനുകളാണ് ഉള്ളത്. അതായത് നമ്മൾ കൊണ്ടുപോകുന്ന തന്നെ വലിപ്പം നല്ല വലുതായിട്ടുള്ളത്, കുറച്ച് വലുതായിട്ടുള്ളത്, പിന്നെ വളരെ ചെറുതായിട്ടുള്ളത്. അപ്പോൾ 3 സൈസ് മീനുകളാണുള്ളത്. 3 പോണ്ടിലേക്കായിട്ടാണ് നമ്മൾ മാറ്റിയത്. നമ്മൾ ഈ സ്റ്റെല്ലൻ്റെ S5 പറഞ്ഞ തീറ്റയാണ് ചെറുതുകൾക്ക് കൊടുക്കുന്നത്. വലുതിന് നേരെ S7. ഈ 2 തീറ്റകളാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത്. മെയിൻ നമുക്ക് ഇതിൽ എന്താ വെച്ചാൽ ഹൈറ്റ് വേണം. അതായത് അത്യാവശ്യം 26 ലിറ്റർ വെള്ളം ഈ പോണ്ടിലേക്ക് നമ്മൾക്ക് കൊള്ളണം. അതേമാതിരി വല ഇടൽ നിർബന്ധമാണ്. അതേമാതിരി മേലെ എന്തെങ്കിലും ഒരു നെറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. കാരണം വെച്ചാൽ കാക്ക, മീൻ പിടിക്കുന്ന വേറെ പക്ഷികൾ അങ്ങനത്തെ ഒക്കെ വന്ന് പോകുന്നത് തന്നെ മീനുകൾക്ക് ഭയങ്കര പേടി ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. ഇതാണ് നമ്മളെ 3ാമത്തെ പോണ്ട്. ഇതിലാണ് ഇതിലെ ഈ നമ്മൾ തരംതിരിച്ചതിൽ ഏറ്റവും ചെറിയ വരാൽ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ടാങ്ക്. ഇതിൽ നമ്മൾ നെറ്റ് ഇട്ടിട്ടില്ല. നമ്മൾ മേലെ ഷീറ്റ് നല്ലോണം ടൈറ്റാക്കി കെട്ടിയതാണ്. എന്താ വെച്ചാൽ നമ്മൾ ഒഴിഞ്ഞ സ്ഥലങ്ങളാകുമ്പം പാമ്പിൻ്റെ ശല്യം നല്ലോണം ഉണ്ടാവും. പാമ്പിറങ്ങിയാൽ പിന്നെ മീനൊറ്റൊന്നും നമുക്ക് കിട്ടില്ല. അവർ അത്രക്കും കഴിക്കും നമ്മുടെ പെരുമ്പാമ്പ് പോലത്തുള്ള പാമ്പുകൾ. മത്സ്യങ്ങളെ നന്നായിട്ട് കഴിക്കണ ഇതാണ് പെരുമ്പാമ്പൊക്കെ. അപ്പോൾ നമ്മൾ 2 തീറ്റുമ്പാടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ആദ്യം വെള്ളം മാറിയ ഇതിൽ കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം മാറുന്നുണ്ട്, ചെറിയൊരു ലാഗിങ് ഉണ്ടാവും ഫീഡ് എടുക്കാണ്ട്. എടുത്ത് തുടങ്ങിയാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം നമ്മളെ ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ നിർത്തുകയാണ് വീഡിയോ. നമ്മളതിൻ്റെ പുതിയ അപ്ഡേഷനുകളും അതേമാതിരിയുള്ള വളർച്ചൻ്റെ നമ്മൾ തീറ്റ മാറ്റുന്നതും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് അടിക്കുക. ഇതിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർ കമൻറ്റ് രേഖപ്പെടുത്തുക. റീപ്ലൈ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.